ബെഡ് റിഡൻ ആയോ? 6 മാസത്തോളം ഞാൻ എന്താണ് സംഭവിച്ചത്? ദേഹത്ത് എന്താ സംഭവിച്ചത്? ഇടുപ്പല്ല് രണ്ടും അകന്നുപോയി. ഇടുപ്പല്ല്? പെല്ലിക് ബോൺ രണ്ടും അകന്നുപോയി. ഓ, അങ്ങനെ ഞാൻ 6 മാസത്തോളം കിടന്ന കിടപ്പായിരുന്നു. ഏത് എനിക്ക് ഹോസ്പിറ്റലില്? ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലായിരുന്നു ട്രീറ്റ്മെന്റ് എല്ലാം. ആ. അപ്പൊ എനിക്ക് അനങ്ങാനൊന്നും പറ്റൂലായിരുന്നു. ജസ്റ്റ് കിടന്ന കിടപ്പായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്റെ വൈഫും ഉച്ചയൊക്കെ എനിക്ക് ചെയ്തു തന്നായിരുന്നു. ഇവൻ പല്ലേപ്പിക്കാൻ പോലും അവര് വന്നിട്ട് വേണം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അനങ്ങാൻ പറ്റില്ല? അനങ്ങാൻ പറ്റില്ലായിരുന്നു. ഞാൻ വണ്ടർലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ എന്റെ ചെറിയ അശ്രദ്ധ മൂലം 2015 എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആ സമയത്ത് എനിക്ക് കുട്ടി ജനിച്ചിട്ട് ഒരു 56 ദിവസം പ്രായമുണ്ടായുള്ളൂ. അപ്പൊ എനിക്കൊരു ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ 2 വർഷത്തോളം അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളായിട്ട് ജോലിക്ക് പോയിട്ടുണ്ടായില്ല. ബെഡ് റിഡൻ ആയോ? 6 മാസത്തോളം ഞാൻ എന്താണ് സംഭവിച്ചത്? ദേഹത്ത് എന്താ സംഭവിച്ചത്? ഇടുപ്പല്ല് രണ്ടും അകന്നുപോയി. ഇടുപ്പല്ല്? പെല്ലിക് ബോൺ രണ്ടും അകന്നുപോയി. ഓ, അങ്ങനെ ഞാൻ 6 മാസത്തോളം കിടന്ന കിടപ്പായിരുന്നു. ഏത് എനിക്ക് ഹോസ്പിറ്റലില്? ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലായിരുന്നു ട്രീറ്റ്മെന്റ് എല്ലാം. ആ. അപ്പൊ എനിക്ക് അനങ്ങാനൊന്നും പറ്റൂലായിരുന്നു. ജസ്റ്റ് കിടന്ന കിടപ്പായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്റെ വൈഫും ഉച്ചയൊക്കെ എനിക്ക് ചെയ്തു തന്നായിരുന്നു. ഇവൻ പല്ലേപ്പിക്കാൻ പോലും അവര് വന്നിട്ട് വേണം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അനങ്ങാൻ പറ്റില്ല? അനങ്ങാൻ പറ്റില്ലായിരുന്നു. മൊത്തം സ്റ്റീലൊക്കെ ഇട്ട് ഒരു ഇതിലായിരുന്നു ഞാൻ കിടന്നത്. എനിക്ക് സ്റ്റീലൊക്കെ ഇട്ടിട്ട് കിടക്കുക? സ്റ്റീലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇടുപ്പല്ല് അടുക്കാൻ വേണ്ടിട്ട് അവര് സ്റ്റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിടന്ന കിടപ്പായിരുന്നു. നേരെ കിടക്കണേ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവരാ വന്ന് തന്നെ പയ്യൊന്ന് എഴുന്നേറ്റിട്ടാണ് എന്നെ പല്ലേപ്പിക്കുന്നത്. ഫുഡ് ടോയ്ലറ്റിൽ പോകാനോ? എനിക്ക് കൊളസ്ട്രോം ഇട്ടുണ്ടായി. ബാഗ് മോശം പോകാനായിട്ട് ഇവിടെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്നായിരുന്നു. ഒരു വലിയ മുറിവുണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് കൊളസ്ട്രോം ഇട്ടുണ്ടായിരുന്നു മോശം പോകാനായിട്ട്. അങ്ങനെ 6 മാസത്തോളം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജീവിതത്തിൽ. ഏറ്റവും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ഇതാണത്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് പിന്നെ പിന്നെ എനിക്കൊരു വീണ്ടും ഒരു 1.5 വർഷത്തോളം എനിക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാനും പറ്റില്ലായിരുന്നു. ഫിസിയോതെറാപ്പി വേണം? ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്ക് സി വാക്കറൊക്കെ വെച്ച് നമ്മൾ നടന്നു തുടങ്ങി. പിന്നെ മറ്റേ വാക്കറൊക്കെ ഉപയോഗിച്ച് നടന്നു തുടങ്ങി. ശേഷം ഈ മോശം പോകളൊക്കെ മാറ്റിയിട്ടുണ്ടായില്ല. ഇൻഫെക്ഷൻ മാറാത്താലും മുറിവ് ഉണങ്ങാത്തോണ്ട് ഇത് അതെനിക്ക് ജോലിക്ക് പോകാൻ പറ്റൂലായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു 4 മാസത്തോളം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എൻ്റെ മുറിവ് ഉണങ്ങിയപ്പോൾ ഇത് അപ്പൊ ഈ 2 വർഷം എന്ന് പറയുന്നത് താങ്കൾ ജോലിയില്ല? അപ്പോ ജോലി ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കമ്പനി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ 2 വർഷം എനിക്ക് സാലറി തന്നിരുന്നു. 2 വർഷം കമ്പനി ട്രീറ്റ്മെന്റും അവരെന്നെ ചെയ്ത്? എത്ര പൈസ ആയത്? 8 ലക്ഷത്തോളം രൂപ ട്രീറ്റ്മെന്റ് ആയി. ആ പൈസ മൊത്തം കമ്പനിയാണ് ചെലവാക്കിയത്. പിന്നെ 2 വർഷം എനിക്ക് സാലറി കമ്പനി തന്നു. പിന്നെ സ്റ്റാഫ് കൊച്ചു സാറിനെ പോലുള്ള സംരംഭകരെ നമ്മൾ ബഹുമാനിക്കുന്നത്.